ഒരു ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ പടം മിസ്സാക്കരുത്. ഒരുപാട് ചോര തെറിപ്പിക്കുന്നതോ കത്തിക്കുത്തോ ഭയങ്കരമായ പൊട്ടിത്തെറിയോ ഒന്നും അല്ല. ഒരു കറക്റ്റ് ആക്ഷൻ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നണം, നായകൻ വില്ലനെ തല്ലുമ്പോൾ അവനത് കൊള്ളണ്ടവനാണ്, അവനത് കിട്ടണം എന്ന് തോന്നണം. അത് തോന്നിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര കഴിവാണ്. ഞാനിപ്പോൾ പടം കണ്ടു കഴിഞ്ഞ് വല്ലാത്തൊരു ഹാങ് ഓവറിൽ ഇരിക്കുന്ന സമയമാണ്. എനിക്ക് ആ സിനിമ എന്നൊരു എക്സ്പീരിയൻസ് അതിലത്തെ മാസ് കണ്ടന്റിനേക്കാൾ കൂടുതൽ ഒരു ഇമോഷൻ, ഭയങ്കര കോർ കണ്ടന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പലരും ഇതിനെ ക്ലീഷേ സ്റ്റോറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ക്ലീഷേ ആണെങ്കിൽ കൂടി അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി, സ്ക്രീൻ പ്ലേയിൽ നല്ല കളി കളിച്ചിട്ടുണ്ട്. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക്, സീൻ ബൈ സീന് എവിടുന്നൊക്കെ മ്യൂസിക് വരുന്നത് നമുക്ക് പിടുത്തം കിട്ടില്ല. അമ്മാതിരി ലെവലിലാണ് മ്യൂസിക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതും ഒരേ മ്യൂസിക്കിന്റെ പല ഇൻസ്ട്രുമെന്റിലുള്ള പല വേരിയേഷൻ. ഇതൊന്നും മാസ് മസാല മ്യൂസിക്കുകളെ അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണിലുള്ള മ്യൂസിക് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കി വിട്ടിരിക്കണം മൂപ്പര്. പടം വേറെ മൂഡ്, ഒന്നും പറയാനില്ല. നല്ലൊരു ആക്ഷൻ പടം കിട്ടുമ്പോൾ ഉള്ള ഗൂസ് ബംസ്, ഒരു അഡ്രിനാലിൻ റഷ് അത് ഈ പടം തരുന്നുണ്ട്. പറയുമ്പോൾ വലിയ സ്റ്റാർ കാസ്റ്റോ സംഭവങ്ങളോ ഒന്നുമില്ല. ലോകേഷ് കനകരാജിനെ പോലുള്ളൊരു വ്യക്തി നല്ലൊരു ഫിലിം മേക്കർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പുള്ളി ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്ന സ്വപ്നത്ത് പോലും വിചാരിക്കില്ല. അമ്മാതിരി പെർഫോമൻസ്. ശ്രുതിഹാസന്റെ കൂടെ ഒരു സോങ് ഒരു വട്ടം കണ്ടിട്ടുണ്ട്. അതിലൊന്നും ആക്ടിങ് അത്ര പോരാ എന്ന് തോന്നി. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യും എന്നുള്ളൊരു തോട്ടിന്റെ പുറത്താണ് ഞാൻ സിനിമ കാണാൻ തുടങ്ങിയത്. പക്ഷെ ആക്ടിങ് കണ്ടപ്പോൾ ഞെട്ടിച്ചു കളഞ്ഞു. പല സീനിയർ ആക്ടേഴ്സ് പോലും ഇങ്ങനെ ചെയ്യുമെന്ന് സംശയ. അമ്മാതിരി പെർഫോമൻസ്. പുള്ളിക്ക് ആപ്റ്റായ ക്യാരക്ടർ അത് ആ റൈറ്റിങ്ങിലാണെങ്കിലും ആ ഡയറക്ടർ സമ്മതിക്കണം. ചുമ്മാ കുറെ ഫൈറ്റ് സീൻ അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ സിനിമയാവില്ല. പക്ഷെ ചില സിറ്റുവേഷൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും, അതായത് ഓ ഇവിടെ ഒരു ഫൈറ്റ് വേണം, ഇവിടെ അവനെ കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ അത് നടക്കണം എന്ന് നമുക്ക് തോന്നുന്നിടത്ത് ആ ടൈമിൽ ഫൈറ്റാണ്. അത് കറക്റ്റ് നാച്ചുറൽ ആയിട്ട് റോ ആയിട്ടുള്ള ഫൈറ്റാണ്. അല്ലാണ്ട് നാട്ടിൻ പുറത്തുള്ളവൻ മാർഷൽ ആർട്ട് പഠിച്ച പോലെ ഫൈറ്റ് ചെയ്യുന്ന പരിപാടിയല്ല. പക്ക റോ ആയിട്ട് എങ്ങനെ ഒരു നാടനടി പക്ക റോ ആയിട്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യുമോ അതാണ് പടത്തിൽ കാണിച്ചിട്ടുള്ളത്. ബെസ്റ്റ് മൂവി. പടം കണ്ട് പുറത്തിറങ്ങിയ ആദ്യം സംഭവിക്കുന്നത് ഒരുപാട് മ്യൂസിക്കുകൾ ഇങ്ങനെ മൈൻഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കും. ഒരു മ്യൂസിക് എടുത്തു പറയാൻ പറ്റില്ല, കാരണം ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുള്ള പല പല മ്യൂസിക്കുകൾ നമ്മുടെ മൈൻഡിൽ കൂടെ ഇങ്ങനെ ഓടും. ആ ലെവലിലാണ് മ്യൂസിക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സീൻ ബൈ സീനൊക്കെ മ്യൂസിക് ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ ലെവലിൽ പല പല മൈന്യൂട്ടായിട്ടുള്ള രീതിയിലൊക്കെ മ്യൂസിക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരുപാട് നല്ല കഷ്ടപ്പെട്ടിരിക്കുന്നത് മ്യൂസിക്കിലാണ് മെയിനായിട്ട്. അത് നല്ല പോലെ പടത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട്. പടത്തിന് ഒരു പരിധി വരെ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത് മ്യൂസിക് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ആർട്ടിസ്റ്റുകളുടെ കാര്യമാണെങ്കിൽ നമുക്ക് ഒരാളെയും ഹൈ ആയിട്ട് പറയാൻ കഴിയില്ല, കാരണം എല്ലാവരും പക്ക പെർഫോമൻസ്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു ആക്ഷൻ പടം തമിഴിൽ വന്നിട്ടില്ല. ബെസ്റ്റ് മൂവി എന്ന് എടുത്തു പറയാം. നല്ല പടങ്ങൾ ഒരിക്കലും പ്രേക്ഷകർ കാണാത്തതുകൊണ്ട് പൊട്ടാതിരിക്കട്ടെ. ഈ പടം വലിയ സ്റ്റാർ കാസ്റ്റ് സംഭവത്തിലൊന്നും വന്നതല്ല. അതുകൊണ്ട് പലർക്കും ഓ ഇവനാണോ, ഇവനൊക്കെ എന്ത് ചെയ്യാനാന്നുള്ള തോട്ട് വരാം. പക്ഷെ ലോകേഷ് കനകരാജിനെ പോലെ ഒരു ആക്ടർ എന്ന് നമുക്ക് ഇനി എടുത്ത് പറയാം, കാരണം ആ രീതിയിൽ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ആക്ടർ എന്ന് തന്നെ പറയാനുള്ള ലെവലിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടാണ് ലോകേഷ് ഈ പടത്തിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും മിസ്സാക്കരുത്. മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. പടം എടുത്തു പറയാം, നഷ്ടമായിരിക്കും. ഇത് OTT കാണേണ്ട ഒരു മൂവിയല്ല, കാരണം അതിലത്തെ മ്യൂസിക് എക്സ്പീരിയൻസ് ഭയങ്കര ഹൈ ആണ്. അത് തിയേറ്ററിൽ നിന്ന് മിസ്സാകാതിരുന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരരുത്.